ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് നമ്മുടെ ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ബാറ്ററി ടെസ്റ്റ്, എഞ്ചിൻ ഓയിൽ, അതേപോലെ എയർ ഫിൽറ്റർ പ്ലഗ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ചെയിനിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, ചെയിൻ ഓവറായിട്ട് ലൂസായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലൂസായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല ചെയിൻ മേടിച്ചിട്ടാലും കംപ്ലൈൻറ്റിലേക്ക് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ചെയിൻ ഒരുപാട് ലൂസായി സൗണ്ട് വരാൻ നോക്കി നിൽക്കരുത്. ഇടയ്ക്ക് കയറ്റിയിട്ടൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്യണം. അത് അത്യാവശ്യം ഓട്ടം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയിനൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ലൂബ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയിന് മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ലൂസായി കിടന്ന് ഓടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു 15000 കിലോമീറ്റർ, മാക്സിമം ഒരു 20000 കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. ചില കേസിൽ ഇങ്ങനെ കിടന്ന് ഓടണ വണ്ടിക്ക് 10000 കിലോമീറ്റർ പോലും ആവണേക്കാളും ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ മാക്സിമം ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകണം നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വരാം. പിന്നെ അതേപോലെ നമുക്കത് ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്യാം. ഇപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. നമുക്കത് ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ലൂബ് ചെയ്യുമ്പോൾ കുറേയൊക്കെ വ്യത്യാസം വരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, പാഡൊക്കെ ഉണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. 5 ആമ്പിയറിൻ്റെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത്. ബാറ്ററിയുടെ ഔട്ട്പുട്ടൊക്കെ നമുക്ക് വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.80 ആ റേഞ്ചിലൊക്കെ വോൾട്ട് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം, പുതിയത് സെറ്റ് ചെയ്യണം. കൂട്ടത്തിക്കടെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരാം. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. കൂട്ടത്തിക്കടെ ചെയിൻ ലൂബിങ്ങിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു. ചെയിൻ ടൈറ്റ് ചെയ്ത് ചെയിൻ ലൂബിങ് നടത്തണം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ബെയറിങ്ങൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക് പാഡായാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചിട്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. മെയിനായിട്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് ഇത്രയും ചെയ്തു വരുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നൊരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി ഇച്ചിരി ലേറ്റായിട്ട് തീരുള്ളൂ. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കണക്കാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.